എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി മുതൽ തിരുവനന്തപുരം ജില്ലയിലെ ആഴംകോണം വരെയുള്ള നാഷണൽ ഹൈവേ 66ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. ഇത് പാരിപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ ഭാഗമാണ്. കൊല്ലം ജില്ലയിലെ ഈ ഭാഗത്തെ വർക്കുകളൊക്കെ വളരെ മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ടെസ്റ്റ് റണ്ണിങ് വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. ഫ്ലൈ ഓവറുകളും അടിപ്പാതകളും വരുന്ന സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ ഇപ്പോൾ സ്പീഡ് ബ്രേക്കറുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ അടിപ്പാതയുടെ ഉൾവശത്തും ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയതായി കാണാം. പാരിപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള എൻട്രി പോയിൻ്റാണ് ഈ കാണുന്നത്. കൊല്ലം ജില്ലയുടെ ബോർഡറായിട്ടുള്ള കടമ്പാട്ടുകോണം വരെയുള്ള ഭാഗത്തെ കംപ്ലീറ്റ് വർക്കുകളും കഴിഞ്ഞു കിടക്കുകയാണ്. ഏകദേശം ഒരു മാസത്തിന് മുന്നെയാണ് ഈ ഒരു ഭാഗത്തെ വീഡിയോ ചെയ്തിരുന്നത്. ഇപ്പോഴും കാര്യമായ വർക്കുകളൊന്നും നടക്കുന്നില്ല. പലരും ഈ ഒരു ഭാഗത്തെ അപ്ഡേറ്റുകൾ ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയുള്ള ഭാഗത്തെ വർക്കുകളൊക്കെ സബ് കോൺട്രാക്റ്റായി ചെയ്യുന്നത് RKC എന്ന് പറയുന്ന കമ്പനിയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഈ ഭാഗങ്ങളിലൊക്കെ സോയിൽ ടെസ്റ്റിംഗ് നടന്നിരുന്നു. ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പുതുതായി 12ഓളം ഫ്ലൈ ഓവറുകളാണ് അപ്രൂവ് ആയിട്ടുള്ളത്. കടമ്പാട്ടുകോണം ജംഗ്ഷൻ കഴിഞ്ഞ് അല്പം കൂടി മുന്നോട്ട് വരുമ്പോഴാണ് ഈ മണ്ണിട്ട് ഉയർത്തിയ ഭാഗം വരുന്നത്. നേരത്തെ താൽക്കാലികമായി ടാർ ചെയ്തിരുന്ന ഭാഗമാണ്. മഴയ്ക്ക് ശേഷം പൂർണ്ണമായും ഇളകിപ്പോയിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് അപകടങ്ങളൊക്കെ നടക്കുന്ന ഒരു മേഖലയാണ്. ഹെവി വെഹിക്കിളുകളൊക്കെ ഈ ഒരു വഴി മുകളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും നിന്നു പോകാനും പുറകിലേക്ക് ഇറങ്ങി വന്ന് മറ്റ് വാഹനങ്ങളിൽ തട്ടി അപകടങ്ങൾ ഉണ്ടാവാനും ഉള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ പല അപകടങ്ങളും നടന്നു കഴിഞ്ഞു. ഫാർമസി ജംഗ്ഷനും 28 മൈലിനും ഇടയ്ക്കുള്ള ഭാഗമാണ്. ഇവിടെ വർക്കുകളൊന്നും നടക്കുന്നില്ല. ഇവിടെയും ഒരു ഫ്ലൈ ഓവർ അപ്രൂവൽ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇരുപത്തെട്ടാം മൈൽ ജംഗ്ഷനിലും വർക്ക് ഒന്നുമില്ല, പഴയതുപോലെ തന്നെയാണ്. ഇത് 28 മൈലിനും നാവായിക്കുളത്തിനും ഇടയ്ക്കുള്ള ഭാഗമാണ്. ഇവിടെ റീറ്റെയിനിങ് വാളിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണത്തിന് ഇനിയും മണ്ണിട്ട് ഉയർത്തേണ്ടതുണ്ട്.
നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റലും മറ്റ് പാറ ഉൽപ്പന്നങ്ങളുമൊക്കെ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരാത്തതിനാൽ വർക്കുകളൊന്നും നടക്കുന്നില്ല. ഇത് നാവായിക്കുളം ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് തിരിഞ്ഞ് തട്ടുപാലം അടിപ്പാതയുടെ മുകൾ ഭാഗത്തേക്ക് പോകാം. ഇവിടെ കുറച്ചു ദൂരം വരെ വർക്കുകളൊക്കെ കഴിഞ്ഞതാണ്. തട്ടുപാലം അടിപ്പാതയോട് ചേർന്ന് വരുന്ന അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല. മണ്ണിട്ട് ഫില്ല് ചെയ്ത് GSP നിരത്തിയിട്ടുണ്ട്. ടാറിംഗ് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു അടിപ്പാതയോട് ചേർന്ന് തന്നെയാണ് ഒരു തോട് കടന്നു പോകുന്നത്. അതിന് കുറുകെയുള്ള ഒരു കൾവെട്ടിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വാഹനങ്ങളൊക്കെ താൽക്കാലികമായി ഇതുവഴി കടത്തിവിടുന്നുണ്ട്. കുറച്ചു ദൂരം വരെ ടാറിംഗ് വർക്കുകൾ നടന്നിട്ടില്ല. ഇവിടെ നിന്ന് നേരെ പോകുന്നത് കല്ലമ്പലത്തേക്കാണ്. പുതുതായി അപ്രൂവലായ 12ഓളം ഫ്ലൈ ഓവറുകളിൽ ചില ലൊക്കേഷനുകളിൽ മാത്രമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രധാനമായും 3 ഫ്ലൈ ഓവറുകളാണ് ഇപ്പോൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. CRPF ക്യാമ്പിനടുത്ത്, അതായത് പള്ളിപ്പുറം ഭാഗത്തും, പിന്നെ കണിയാപുരം ജംഗ്ഷനിലും, മറ്റൊന്ന് മാമത്തുമാണ്. മാമം പാലം വരുന്ന ഭാഗത്താണ് ഒരു ഫ്ലൈ ഓവർ വരുന്നത്. അത് നേരത്തെ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഏകദേശം 1/2 കിലോമീറ്ററോളം നീളമുള്ള ഒരു ഫ്ലൈ ഓവറാണ് ആ ഒരു ഭാഗത്ത് വരുന്നതെന്ന്. ആറ്റിങ്ങൽ ബൈപ്പാസിലും മിക്ക ഭാഗങ്ങളിലും ഫ്ലൈ ഓവറുകളാണ് വരുന്നത്. കൂടാതെ വാമനപുരം നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിൻ്റെ സൈഡിലായി പുതുതായി ഒരു അടിപ്പാതയും നിർമ്മിക്കുന്നുണ്ട്. നടക്കുന്നില്ല. കുറച്ച് ഗർഡറുകളൊക്കെ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇരുപത്തെട്ടാം മൈൽ ഭാഗത്തും ഒരു ഫ്ലൈ ഓവർ വരേണ്ടതാണ്. 12 ഫ്ലൈ ഓവറുകൾ വരുന്നതിൽ അതുകൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. മറ്റൊരു കമ്പനിക്കാണ് നിർമ്മാണ ചുമതലയൊക്കെ കൊടുക്കുന്നത് എന്ന് അറിയുന്നത്. ഇപ്പോൾ പല ഭാഗങ്ങളിലും വർക്ക് പൂർണ്ണമായും നിർത്തിയ അവസ്ഥയാണ്. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയാണെന്നും കൂടാതെ ഇപ്പോൾ വർക്ക് നടക്കുന്ന RKC കമ്പനിയുമായിട്ടുള്ള കരാറിൻ്റെ പ്രശ്നങ്ങളും പറയുന്നുണ്ട്.
ഇവിടെ നിന്നും ആയങ്കോണം വരെയുള്ള ഭാഗത്തെ മെയിൻ റോഡിൻ്റെയും സർവീസ് റോഡിൻ്റെയും വർക്കുകളൊക്കെ തുടങ്ങിയതാണ്. ഇപ്പോൾ ഇവിടെയും ആരെയും കാണാനൊന്നുമില്ല. തിരുവനന്തപുരം സ്ട്രെച്ചിലെ വർക്ക് എന്ന് കംപ്ലീറ്റ് ആവും എന്ന് ഒരു ഐഡിയയുമില്ല. ഇത് ആയങ്കോണം ജംഗ്ഷൻ. ഇവിടെയും വർക്കുകൾ നടക്കുന്നില്ല. ആറ്റിങ്ങൽ ബൈപ്പാസ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. മറ്റ് ഭാഗങ്ങളിലെ അപ്ഡേറ്റുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.